വിശദമായ വാർത്തകളിലേക്ക്. ആശുപത്രി സംരക്ഷണ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടു. മന്ത്രിസഭ അംഗീകരിച്ച നിയമ ഭേദഗതിക്കാണ് അംഗീകാരം ലഭിച്ചത്. ഇതോടെ ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ചാൽ കർശന ശിക്ഷയാകും ഇനി ലഭിക്കുക. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, വളരെ വൈകിയെങ്കിലും ഈ ഡോക്ടർ വന്ദന ദാസിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് വളരെ തിരക്കിട്ടൊരു നിയമനിർമ്മാണത്തിലേക്ക് സർക്കാർ കടന്നത്. അതിന് ഇപ്പോൾ ഗവർണറുടെ ഒരു അംഗീകാരം കൂടി ലഭിച്ചിരിക്കുകയാണ്. ഇനി ആശുപത്രിയിൽ ആക്രമണം നടത്തുന്നവർക്ക് വളരെ കർശനമായ ശിക്ഷ ലഭിക്കും. അത് ഉറപ്പാക്കിയിരിക്കുകയാണല്ലേ? കഴിഞ്ഞ ആഴ്ചത്തെ മന്ത്രിസഭാ യോഗം അംഗീകരിച്ച ഓർഡിനൻസ് ആണ് ഗവർണറുടെ പരിഗണനയ്ക്ക് പോയത്. ഗവർണർ ഇന്ന് ആ ഓർഡിനൻസിൽ ഒപ്പിട്ട സർക്കാർ തിരിച്ചു നൽകിയിരിക്കുന്നു. ഇനി നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ ഇത് ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കണം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണത്തിനാണ് ഗവർണർ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, ഗവർണർ സർക്കാർ പല വിഷയങ്ങളിലും പോരുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അത്തരമൊരു നിലപാടല്ല ഗവർണർ സ്വീകരിച്ചത്. കാരണം അത് സംസ്ഥാനത്തെ ഏറ്റവും അധികം ജനങ്ങൾ, ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകരൊക്കെ ആവശ്യപ്പെടുന്ന ഒരു നിയമനിർമ്മാണമായിരുന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് സംരക്ഷണം നൽകാനുള്ള നിയമമാണത്. അതുകൊണ്ടാണ് ഗവർണർ ഒരു തടസ്സവും കൂടാതെ ഈ ബില്ല് ഓർഡിനൻസിൽ ഒപ്പിട്ട് അത് സർക്കാരിന്റെ താല്പര്യപ്രകാരം തന്നെ അനുവദിച്ചിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നവർക്ക് 7 വർഷം വരെ തടവ് ശിക്ഷ അടക്കമുള്ള വ്യവസ്ഥകളാണ് ഈ ഓർഡിനൻസിനെ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അരുൺ, ഈ ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നവർക്ക് 7 വർഷം വരെ ശിക്ഷ ഉറപ്പാക്കുന്നു ഈ നിയമം. അതേസമയം ഈ ആശുപത്രിയിലെ സാധന സാമഗ്രികൾ അടക്കം നശിപ്പിക്കുന്നവർക്ക് എന്ത് ശിക്ഷയാണ് നൽകുക? എത്ര മാസം വരെ അല്ലെങ്കിൽ വർഷം വരെയാണ് തടവ് ശിക്ഷ നൽകുക എന്നത് ഈ നിയമത്തിൽ പറയുന്നുണ്ടോ? ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ആശുപത്രി സംരക്ഷണ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടിരിക്കുകയാണ്. മന്ത്രിസഭ അംഗീകരിച്ച നിയമ ഭേദഗതിക്കാണ് അംഗീകാരം ലഭിച്ചത്. ഇതോടെ ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ചാൽ കർശന ശിക്ഷയാകും ഇനി ലഭിക്കുക. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കത്തക്ക വിധത്തിലാണ് നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഡോക്ടർ വന്ദന ദാസിന്റെ കൊലപാതകത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ ഇടപെടുന്നു. കേസ് അന്വേഷിക്കാൻ 2 അംഗ സമിതിയെ നിയോഗിച്ചു. ദേശീയ അധ്യക്ഷയായ രേഖ ശർമ്മ വന്ദനയുടെ മാതാപിതാക്കളെ സന്ദർശിക്കും. മറ്റന്നാളാണ് രേഖ ശർമ്മ കേരളത്തിലെത്തുക. ഡോക്ടർമാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോളിന് കൂടുതൽ സമയം നൽകാനാകില്ലെന്ന് ഹൈക്കോടതി. വന്ദനയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചിട്ടില്ല. ഹർജി നൽകിയത് മരിച്ചയാളുമായി ബന്ധമില്ലാത്തയാളാണ്. ഇത്തരം കേസുകളിൽ നഷ്ടപരിഹാരത്തിന് എന്തെങ്കിലും പ്രോട്ടോകോൾ ഉണ്ടോ എന്ന് കോടതി ചോദിച്ചു. നഷ്ടപരിഹാരം നൽകണമോ എന്നത് സർക്കാരിന്റെ നയപരമായ കാര്യമാണെന്നും ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രനും ഡോക്ടർ കൌസർ ഇടവക്കത്തും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. നഷ്ടപരിഹാര കേസിൽ ഇടപെടാൻ ഇല്ലെന്നും കോടതി വ്യക്തമാക്കി. ഡോക്ടർ വന്ദന കൊലക്കേസ് പ്രതി സന്ദീപിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ജൂൺ 5 വരെ നീട്ടി. കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡി കാലാവധി നീട്ടിയത്. വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. സന്ദീപിന്റെ ജാമ്യാപേക്ഷ ശനിയാഴ്ച പരിഗണിക്കും. ST പ്രൊമോട്ടർ നിയമനത്തിൽ ക്രമക്കേടിന് നീക്കം. പാർട്ടിക്കൊടി പിടിച്ചവരെയും സംഘടനയുമായി ബന്ധമുള്ളവരെയും മാത്രം നിയമിക്കണമെന്ന് ആദിവാസി ക്ഷേമസമിതി നേതാവ് ആവശ്യപ്പെടുന്ന ശബ്ദരേഖ ന്യൂസ് 18 പുറത്തുവിട്ടു. CPM അനുകൂല ആദിവാസി സംഘടനയാണ് AKS. ST പ്രൊമോട്ടർമാരുടെ 1182 ഒഴിവുകളിലേക്ക് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ അപേക്ഷ ക്ഷണിച്ചത്. ST വിഭാഗത്തിൽ നിന്നുള്ള യുവതീയുവാക്കൾക്കാണ് ജോലിക്ക് അവസരം. പ്രതിമാസം TA ഉൾപ്പെടെ 13,500 രൂപ ഓണറേറിയം. കരാറടിസ്ഥാനത്തിൽ 2 വർഷത്തേക്കാണ് ജോലി. ഇതിലാണ് ആദിവാസി ക്ഷേമ സമിതിയുടെയും CPMന്റെയും പ്രവർത്തകരെ മാത്രം നിയമിക്കാനുള്ള ഗൂഢാലോചന പാർട്ടി തലത്തിൽ ആരംഭിച്ചത്. യൂണിറ്റുകളുമായി ബന്ധമുള്ള പഞ്ചായത്ത് കമ്മിറ്റിയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെ നിയമിക്കാൻ വേണ്ടി തയ്യാറാവണം. ശുപാർശകൾ ചെയ്യുമ്പോൾ, നേതാക്കന്മാർ ശുപാർശ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സംഘടനയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ശുപാർശ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഒരു കാരണവശാലും ഇനി ഞങ്ങൾ പ്രൊമോട്ടറായി വന്നതിന് ശേഷം ഞങ്ങൾ പണിയെടുത്തോളാം എന്ന രീതിയിൽ പറയുന്നവരെ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളായിട്ട് ബന്ധമില്ലാത്തവരെ പരമാവധി ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. വിജ്ഞാപനമനുസരിച്ച് നിലവിലെ പ്രൊമോട്ടർമാർക്കും അപേക്ഷിക്കാം. എന്നാൽ ഇപ്പോഴത്തെ പ്രൊമോട്ടർമാരിൽ ഒരാൾ പോലും സംഘടനയുമായി സഹകരിക്കുന്നില്ലെന്നും അതിനാൽ അവരെ ഒഴിവാക്കണമെന്നുമാണ് നേതാവിന്റെ ആവശ്യം. നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇപ്പം കയറിയ ഒരു പ്രൊമോട്ടർ പോലും നമ്മുടെ സംഘടനയുമായോ പാർട്ടിയുമായോ ഏതാനും തരത്തിലുള്ള ബന്ധവും ഇല്ലയെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം വിതുര ജംഗ്ഷനിൽ നമ്മുടെ വാഹന പ്രചരണ ജാഥ സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ആരെയും പേരെടുത്ത് പറയുന്നില്ല, ചില പ്രൊമോട്ടർമാർ അതുവഴി കറങ്ങിയും തിരിഞ്ഞുമൊക്കെ പോയിട്ട് പോലും അവിടെ എന്തിനാ നടത്തുന്നു എന്ന് പോലും
തിരിഞ്ഞൊന്നും നോക്കാത്ത കുറേ ആൾക്കാരാണ് ഇപ്പം നിലവിലെ പ്രൊമോട്ടർമാരായിട്ടുള്ളത്. അപ്പോൾ അവരെയൊന്നും ഒരിക്കൽ പോലും നമുക്ക് സംരക്ഷിക്കുവാനോ വീണ്ടും പ്രൊമോട്ടറായി എടുക്കുവാനോ സാധ്യമല്ല. ആദിവാസി ക്ഷേമ സമിതി ജില്ലാ നേതാവിന്റെ ശബ്ദരേഖയാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. എന്നാൽ ഇതേപ്പറ്റി പ്രതികരിക്കാൻ AKS നേതാക്കൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. പാർട്ടിക്കാരെ തിരികെ കയറ്റാൻ തിരുവനന്തപുരം നഗരസഭ നടത്തിയ തട്ടിപ്പ് ശ്രമത്തിന് സമാനമാണ് ഇവിടെയും ഉണ്ടായത്. പാർട്ടിക്കൊടി പിടിക്കാത്തവരും സംഘടനയുടെ ഭാഗമല്ലാത്തവരും ജോലി ചെയ്യേണ്ടെന്നാണ് ഈ നേതാവിന്റെ തിട്ടൂരം. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ന്യൂസ് 18 വാർത്തയിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പിൻവാതിൽ നിയമനവും ശരിവെക്കുന്നതാണ് ന്യൂസ് 18 പുറത്തുകൊണ്ടുവന്ന ST പ്രൊമോട്ടർമാരുടെ നിയമനം സംബന്ധിച്ച വാർത്ത. നിയമനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. അത് ശ്രദ്ധയിൽപ്പെട്ടു. കാരണം SC പ്രൊമോട്ടർമാരുടെ നിയമനം നടക്കാൻ പോകുന്ന സമയത്ത് മുഴുവൻ പാർട്ടിക്കാരെ കുത്തിനിറയ്ക്കുന്നതിന് വേണ്ടി അപ്പം ഞങ്ങൾ നിരന്തരമായി ഉന്നയിക്കുന്ന ഈ പിൻവാതിൽ നിയമനങ്ങളെ സംബന്ധിച്ചും ബന്ധു നിയമനങ്ങളെ സംബന്ധിച്ചും സ്വജനപക്ഷപാത നിയമനങ്ങൾ നടക്കുന്നത് സംബന്ധിച്ചും ശരിവെക്കുന്ന ഒരു തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടി താഴേക്ക് മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്, പാർട്ടിക്കാരല്ലാത്ത ഒരാളെ നിയമിക്കാൻ പാടില്ലെന്ന്. ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. അപ്പൊ ഈ നിയമനം മുഴുവൻ നിർത്തിവെച്ച് അത് സുതാര്യമായി ആ നിയമനം നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തണം. ഇത് പാർട്ടിക്കാരെ കുത്തിനിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. താഴേക്ക് പാർട്ടി മുകളിൽ നിന്ന് മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്, എല്ലായിടത്തും പാർട്ടിക്കാരെ മാത്രം വെച്ചാൽ മതിയെന്ന്. അപ്പൊ ഇവിടെ പാർട്ടിക്കാരല്ലാത്തവർക്ക് ജോലി കിട്ടില്ല. ഒരു പഞ്ചായത്തിൽ പോലും ജോലി കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ 56 ദിവസം സമരം നടത്തിയതാണ്. ആ കോർപ്പറേഷനിലെ നിയമനത്തെക്കുറിച്ച് മാത്രമല്ല, പ്രതീകാത്മകമായിരുന്നു ആ സമരം. എല്ലാ സ്ഥലത്തും നടക്കുന്നത് ഇതുപോലെയുള്ള പിൻവാതിൽ നിയമനങ്ങളാണ്. പാർട്ടി മെസ്സേജ് കൊടുത്ത് പാർട്ടിക്കാർക്ക് മാത്രം, പാർട്ടിയുടെ ബന്ധുക്കൾക്ക് മാത്രം നിയമനം കൊടുക്കുന്ന ഒരു രീതിയാണ് സംസ്ഥാനത്ത് ഉടനീളമുള്ളത്. അതിന്റെ ഏറ്റവും വൈകി വന്ന തെളിവാണ് ഈ ശബ്ദരേഖ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് അധികാരം നൽകാനുള്ള സുപ്രീംകോടതി ഉത്തരവ് റദ്ദാക്കാനുള്ള കേന്ദ്രത്തിന്റെ ഓർഡിനൻസിനെതിരെ പിന്തുണ തേടിയായിരുന്നു കൂടിക്കാഴ്ച. സുപ്രീംകോടതി വിധിക്ക് എതിരാണ് ഓർഡിനൻസെന്നും കേന്ദ്ര സർക്കാർ ഓർഡിനൻസിനെ എതിർക്കുമെന്നും മമതാ ബാനർജി പറഞ്ഞു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് തീയണയ്ക്കാനുള്ള ശ്രമത്തിനിടെ ഫയർമാന് ദാരുണാന്ത്യം. മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഗോഡൌണിൽ തീപിടുത്തം അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആറ്റിങ്ങൽ സ്വദേശി രഞ്ജിത്ത് മരിച്ചത്. കെട്ടിടത്തിലെ കോൺക്രീറ്റ് പാളി ഇടിഞ്ഞ് രഞ്ജിത്തിന്റെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു. തീപിടുത്തത്തിൽ ദുരൂഹതയുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അർദ്ധരാത്രി 1:30 കൂടിയാണ് വലിയൊരു ശബ്ദത്തോടെ ഒരു പൊട്ടിത്തെറിയുണ്ടായത്. ഈ റൂമിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ ഇവിടെ എത്തി നോക്കുമ്പോൾ വലിയ രീതിയിൽ തീ കത്തിപ്പടർന്നിരുന്നു. പിന്നാലെ ഫയർഫോഴ്സിനെ അറിയിക്കുകയും ഫയർഫോഴ്സ് ഇവിടെ എത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് ഫയർഫോഴ്സ് ജീവനക്കാരനായ രഞ്ജിത്ത് ഈ കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റ് ഇടിഞ്ഞു വീണ് മരണത്തിലേക്ക് പോയത്. ഒരു സൗണ്ടോടുകൂടി തീയേറിയ കത്തിപ്പിടിച്ചു. പേടിക്കാൻ സൗണ്ട് കേട്ടാ പിന്നെ അത്രയുള്ളൂ. ഒരു ഷട്ടർ ഉണ്ടായിരുന്നു. ആ ഷട്ടർ ബ്രേക്ക് ചെയ്ത് അകത്തേക്ക് പോകുന്നതിനിടയിൽ, ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അതിന് മുകളിലത്തുള്ള ഷട്ടറിൻ്റെ മുകളിലുള്ള ബീം ഉൾപ്പെടെയുള്ള ഒരു ഹോളോ ബ്രിക്സിൻ്റെ ഒരു ബ്ലോക്ക് അടർന്നു വീഴുകയാണ് ചെയ്തത്. അപ്പോൾ അത് രഞ്ജിത്തിൻ്റെ ബാക്കിലുണ്ടായിരുന്നവർക്ക് അവർ മാറാൻ പറ്റും, രഞ്ജിത്തിന് മാറാൻ പറ്റിയില്ല. അങ്ങനെ സംഭവിച്ചതാണ്. ഫയർഫോഴ്സ് ജീവനക്കാരൻ രഞ്ജിത്തിനെ ഇവിടുന്ന് മാറ്റിയ ശേഷം ഏകദേശം 6 മണിക്കൂറോളം രക്ഷാപ്രവർത്തനം തുടർന്നു. ഏകദേശം രാവിലെ 9 മണിയോടുകൂടി മാത്രമാണ് തീ പൂർണ്ണമായി അണയ്ക്കാനായത്. അപ്പോഴും ചില ഭാഗങ്ങളിൽ നിന്ന് തീ ഉയർന്നുകൊണ്ടിരുന്നു. 4 മുറിയുള്ള 2000 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ഈ കെട്ടിടമാണ്. പക്ഷേ ഇതൊരു താൽക്കാലികമായി നിർമ്മിച്ച കെട്ടിടമാണ്. ഇൻസ്ട്രക്ഷൻസ് എല്ലാ കമ്പനികൾക്കും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേനൽക്കാലം ആകുന്നതോടുകൂടി തന്നെ ഏതെല്ലാം നിലയിൽ ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ഫയർ സുരക്ഷ എടുക്കണം എന്നുള്ളത് എല്ലാ കമ്പനികൾക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പാർക്കിൽ നിന്ന് നമ്മൾ എല്ലാ കമ്പനികളുടെ അറിയിക്കും ഏതൊക്കെ നിലയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് വേണ്ടതെന്നുള്ളത്. കെമിക്കൽസ് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ MSDS പ്രത്യേകമായിട്ട് ഗേറ്റിൽ കൊടുത്തിരിക്കണം. ഏത് നിലയിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പ്രിക്കോഷൻസ് എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കമ്പനികളും എടുക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പാർക്കിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ബ്ലീച്ചിങ് പൗഡറും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളും മാത്രം സൂക്ഷിച്ചിരുന്ന ഗോഡൌൺ ആണ് എന്നായിരുന്നു ആദ്യം KMSCL-ന്റെ ഔദ്യോഗിക പ്രതികരണം. എന്നാൽ അതിനുശേഷം ഈ കാണുന്ന മരുന്നുകൾ നമ്മൾ ദൃശ്യങ്ങൾ മുന്നിലെത്തിച്ചപ്പോഴാണ് മരുന്നുകളുണ്ട് എന്ന വിവരം പുറത്തറിയുന്നത്. പക്ഷേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ മരുന്നുകൾ ഭൂരിഭാഗവും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളായിരുന്നു. അതായത് 2014 ഇത് എക്സ്പയറി
ഡേറ്റായ 2014 ശേഷം ഏകദേശം 10 വർഷത്തോളമായി ഇവിടെ അനാവശ്യമായി സൂക്ഷിക്കുന്ന മരുന്നുകളായിരുന്നു. എന്തിനാണ് ഇവിടെ ഈ മരുന്നുകൾ സൂക്ഷിച്ചു എന്നതിന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ ഇപ്പോഴും ആർക്കും കഴിഞ്ഞിട്ടില്ല. സെപ്പറേറ്റ് ആയിട്ടാണ് സൂക്ഷിച്ചത്. ഈ മെഡിസിനുകൾ ഇവിടെ വരാനുണ്ടാകുന്ന ഇല്ല, മെഡിസിൻ അപ്പുറത്തെ വെയർഹൗസ് ആണ്. GH-ന്റെ അടുത്ത് നമുക്കൊരു വെയർഹൗസ് ഉണ്ട്. കൂടി കിടക്കുന്ന ടാബ്ലറ്റ് സ്ട്രിപ്പുകൾ കാണുന്നുണ്ടല്ലോ. ഏകദേശം ഒരു കോടി രൂപയോളം ഉള്ള ഒരു കെമിക്കൽസ് ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അത് നമ്മൾ മാറ്റി നമ്മൾ മരുന്നുകളിൽ നിന്ന് മാറ്റി തന്നെയാണ് അത് വെച്ചിരുന്നത്. കാരണം അതങ്ങനെ വെക്കുന്നതാണ് സേഫ് എന്നുള്ളതുകൊണ്ട് അത് മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു അന്വേഷണം. കിംഫ്ര 10 വർഷം മുൻപ് നിർമ്മിച്ചതായിരുന്നു ഈ കെട്ടിടം. ഇത് ഗോഡൌൺ എന്ന നിലയിൽ തന്നെ മുൻപ് കരാറുണ്ടായിരുന്നവർക്ക് വേണ്ടി നിർമ്മിച്ചതായിരുന്നു. അതിനുശേഷം KMCL കരാർ എടുത്ത ശേഷം വീണ്ടും KMCL ഇതൊരു ഗോഡൌണായി ഉപയോഗിക്കുകയായിരുന്നു. ഇതൊരു താൽക്കാലികമായി നിർമ്മിച്ച കെട്ടിടം പോലെയായിരുന്നു. അതായത് ഇതിൻ്റെ ചുവരുകൾ സിമൻറ്റ് കട്ട കൊണ്ട് നിർമ്മിക്കുകയും ഇതിൻ്റെ മേൽക്കൂര ഈ ഷീറ്റുകൾ ഉപയോഗിച്ച് മറയ്ക്കുകയും ചെയ്ത രീതിയിലായിരുന്നു കെട്ടിടം. പക്ഷേ ഈ കെട്ടിടത്തിൽ ഫയർഫോഴ്സിൻ്റെ NOC ഉണ്ടായിരുന്നില്ല. ഒപ്പം തീ പിടിച്ചാൽ അത് കെടുത്താനുള്ള ഉപകരണങ്ങളും ഇവിടെ സൂക്ഷിച്ചിരുന്നില്ല. അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ, ഫയർ എക്സ്റ്റിംഗ്വിഷർ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല, അത്തരത്തിലുള്ള സംവിധാനം യാതൊന്നുമില്ല. NOC ഫയർഫോഴ്സിന്റെ NOC ഉണ്ടായിരുന്നു? NOC ഇല്ല, ഞങ്ങൾ NOC നൽകിയിട്ടില്ലാത്ത കെട്ടിടം തന്നെയാണ്. സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടു. അതിന് കാരണങ്ങളുണ്ട്. ഒരു അഴിമതിയുടെ കൂടാരമായി KMCL മാറിയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഇത് മരുന്നിനാണ് തീ പിടിച്ചിരിക്കുന്നത്, കാശ് കൊടുത്ത് മേടിച്ചു വെച്ച മരുന്നിന്. അപ്പോൾ ആ തീപിടുത്തം ദുരൂഹത നിറഞ്ഞ തീപിടുത്തമാണ്. അതിനകത്ത് മനഃപൂർവ്വമായി ഉണ്ടാക്കിയിരിക്കുന്ന തീപിടുത്തമാണെന്നാണ് പ്രാഥമിക വിവരങ്ങൾ മനസ്സിലാകുന്നത്. രക്ഷാപ്രവർത്തനത്തിനെത്തിയ 32 വയസ്സുള്ള ഒരു ഫയർഫോഴ്സ് ജീവനക്കാരന്റെ ജീവൻ നഷ്ടപ്പെട്ട ദുരന്തമാണിത്. ഒപ്പം 1,22 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് പ്രാഥമികമായും വിലയിരുത്തുന്നു. സമഗ്രമായ അന്വേഷണം നടത്തി എന്താണ് ദുരന്തത്തിന് കാരണമായതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുമുണ്ട്. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് പാലക്കയം വില്ലേജ് ഓഫീസ് അസിസ്റ്റന്റ് സുരേഷ് കുമാറിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ്. മണാർക്കാട്ടെ താമസ സ്ഥലത്താണ് റെയ്ഡ് നടക്കുന്നത്. ഇവിടെ ലക്ഷക്കണക്കിന് രൂപ സൂക്ഷിച്ചിരുന്നതായി വിവരം. സുരേഷ് കുമാറിനെ കൈക്കൂലി വാങ്ങുന്നതിനിടെ രാവിലെ വിജിലൻസ് പിടികൂടിയിരുന്നു. വിവരങ്ങളുമായി പ്രസാദ് ചേരുകയാണ്. പ്രസാദ്, രാവിലെ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായിരുന്നു ഈ സുരേഷ് കുമാർ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് വിജിലൻസ് റെയ്ഡ് നടത്തുകയാണല്ലേ? എപ്പോഴാണ് ഈ റെയ്ഡ് ആരംഭിച്ചത്? ആര്യ, ഇന്ന് രാവിലെയാണ് പാലക്കയത്തെ ഫീൽഡ് അസിസ്റ്റന്റ് സുരേഷ് കുമാറിനെ വിജിലൻസ് പിടികൂടുന്നത്. ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് മണ്ണാർക്കാട് താലൂക്കിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ റവന്യൂ അദാലത്ത് നടന്നിരുന്നു. ഈ അദാലത്ത് നടക്കുന്ന കോളേജിന്റെ പുറത്ത് വെച്ചാണ് ഇയാൾ കൈക്കൂലി വാങ്ങാൻ ശ്രമിച്ചത്. സംഭവം അറിഞ്ഞ് വിജിലൻസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാളുടെ വീട്ടിലും പണമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് വീട്ടിൽ നടത്തിയ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ 35 ലക്ഷം രൂപ കണ്ടെടുത്തു. അതോടൊപ്പം തന്നെ 45 ലക്ഷം രൂപയുടെ വിവിധ നിക്ഷേപത്തിന്റെ രേഖകളും കണ്ടെടുത്തു എന്നുള്ളതാണ് വിജിലൻസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇയാളെപ്പോൾ പാലക്കാട് വിജിലൻസ് ഓഫീസിലേക്ക്, DYSP ഓഫീസിലേക്ക് ഇയാളെ കൊണ്ടുവരുന്നു. സമീപകാലത്ത് വിജിലൻസ് നടത്തിയ ഏറ്റവും വലിയ റെയ്ഡാണിത്. സാധാരണ വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നും കൈക്കൂലി പണം പിടികൂടാറുണ്ട്. പക്ഷെ ഇത്രയധികം തുക പിടികൂടുന്നത് സമീപകാലത്ത് തന്നെ ഏറ്റവും വലിയ തുകയാണിത് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. പ്രസാദ്, ഇപ്പോൾ ഏത് പരാതിക്കാരന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ ഒരു അന്വേഷണം വന്നതും വിജിലൻസ് ഇയാളിലേക്ക് എത്തിയതും? മഞ്ചേരി സ്വദേശി നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. മഞ്ചേരി സ്വദേശിക്ക് പാലക്കയം വില്ലേജിൽ 45 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി ഇയാൾ അപേക്ഷ കൊടുത്തിരുന്നു. ആ സമയത്ത് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന്റെ കാര്യം അന്വേഷിക്കാൻ സുരേഷ് കുമാറിനെ വിളിച്ചപ്പോഴാണ് 2500 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത്. അദാലത്ത് നടക്കുന്നുണ്ട്, അദാലത്തിന്റെ പുറത്തേക്ക് വന്നാൽ മതി, താൻ അവിടെ നിന്ന് പണം സർട്ടിഫിക്കറ്റ് നൽകാം, അതോടൊപ്പം തന്നെ ഈ പണവും ആ സമയത്ത് നൽകണമെന്നതായിരുന്നു ഇയാൾ മുന്നോട്ട് വെച്ചത്. ഈ സംഭവം വിജിലൻസിന് ഇയാൾ അറിയിച്ചു. ഇതേ പരാതിക്കാരൻ തന്നെ മുമ്പ് അവിടെ മറ്റ് സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നതിന് വേണ്ടി, അതായത് പട്ടയത്തിൽ ഉൾപ്പെട്ട വസ്തുവല്ല എന്ന് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ പൊസഷൻ സർട്ടിഫിക്കറ്റും നൽകുന്നതിനായി ലഭിക്കുന്നതിനായി കൈക്കൂലി 20,000 രൂപയോളം ഇതേ ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസിന് നൽകിയിട്ടുള്ള മൊഴി. വീണ്ടും കൈക്കൂലി ആവശ്യപ്പെട്ടപ്പോഴാണ് അയാൾ വിജിലൻസിൽ പരാതി നൽകുകയും വലിയൊരു തുക ഈ കൈക്കൂലി പണം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് രാവിലെ വിജിലൻസിന്റെ പിടിയിലായ പാലക്കാട് പാലക്കയം വില്ലേജ് ഓഫീസ് അസിസ്റ്റന്റ് സുരേഷ് കുമാറിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് നടത്തുകയാണ്. അനധികൃതമായി സൂക്ഷിച്ച 35 ലക്ഷത്തോളം രൂപയാണ് പോലീസ് വീട്ടിൽ നിന്ന് കണ്ടെടുത്തത്. അതോടൊപ്പം 45 ലക്ഷം രൂപയുടെ നിക്ഷേപം ഉള്ളതായും വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.
ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5590 രൂപ, പവന് 44,720 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോഗ്രാമിന് 78,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,813 രൂപ.